തൻ്റെ കഴുതകൾ നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ നഷ്ടപ്പെട്ട കഴുതകളെ തേടി വന്ന ശൗൽ എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹം ബെന്യാമിൻ ഗോത്രക്കാരനാണ്. അദ്ദേഹം നല്ല പൊക്കമുള്ളവനാണ്, നല്ല ആരോഗ്യമുള്ളവനാണ്, സൗന്ദര്യമുള്ളവനാണ്. ആയിരക്കണക്കിന് ജനങ്ങളുടെ നടുവിൽ നിന്നാൽ പോലും അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരും ഒന്ന് നോക്കിപ്പോകും. പ്രൈസ് ദി ലോർഡ്. അത്രയും വളരെ വ്യത്യസ്തനായ, ആരോഗ്യ ദൃഢഗാത്രനായ, സൗന്ദര്യമുള്ള ഒരു സ്പെഷ്യലായ ഒരു വ്യക്തി. എന്നാൽ അദ്ദേഹം നഷ്ടപ്പെട്ട കഴുതകളെ തേടി വന്നപ്പോൾ അദ്ദേഹത്തിനെ കാത്തിരുന്നത് ഒരു രാജകീയ അഭിഷേകമാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അനോയിന്റിംഗ് ആണ് ശൗലിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. നമുക്ക് കാണാൻ സാധിക്കും. എപ്പോഴും ഈ പരിശുദ്ധാത്മാവ്, നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിനകത്തും പുതിയ നിയമത്തിനകത്ത് എഫേസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിനകത്ത് 11-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ 5 തരം വിളിയെക്കുറിച്ച് ഓഫീസുകൾ, അതായത് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, പാസ്റ്റേഴ്സിനെ കുറിച്ച് വ്യക്തമായിട്ട് അവിടെ എഴുതിയിരിക്കുന്നു. നമുക്കറിയാം, നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ കൃപാവരങ്ങളെ 9 കൃപാവരങ്ങളും നമ്മൾ ആഗ്രഹിച്ചാൽ കിട്ടും. പക്ഷേ ആഗ്രഹിച്ചാലും കിട്ടാത്തൊരു സംഭവമാണ് ചിലരെ അപ്പോസ്തലന്മാർ ദൈവം തിരഞ്ഞെടുക്കുന്ന ചില വിളികളുണ്ട്. അതിൽ പെട്ടതാണ് ഈ 5 വിളികൾ. പ്രൈസ് ദി ലോർഡ്. അതൊരിക്കലും നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ട് കിട്ടുന്ന ഒരു കാര്യമല്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും നമ്മൾ ഉപവസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കൃപാവരങ്ങളെ നമുക്ക് ഒരുപക്ഷെ ദാനമായി ദൈവം അതും ദാനമായി തരുന്നതാണെന്നാൽ നമുക്ക് അത് പ്രാപിക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വിളികളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽപ്പെട്ടതാണ്. വളരെ ദൈവം ചിലരെ അപ്പോസ്തലന്മാരായിട്ട് ദൈവം തിരഞ്ഞെടുക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശൗലിനെ ദൈവം തിരഞ്ഞെടുത്തതാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുകളൊക്കെ എപ്പോഴും നമ്മുടെ ആഗ്രഹപ്രകാരമല്ല, നമ്മുടെ താല്പര്യ പ്രകാരമല്ല.